കുഞ്ഞിച്ചോ മീനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോളോ ലെവലിംഗിന്റെ സീസൺ 3 എപ്പിസോഡ് 9 ആണ്. ഇതൊരു മാസീവ് ആയിട്ടുള്ള എപ്പിസോഡ് ആയിരിക്കും. കാര്യം നമ്മൾ ഇന്ന് 132 മുതൽ 136 വരെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇത്തരം വലിയൊരു എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു സപ്പോർട്ട് കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത് നിങ്ങൾ തകർക്കല്ലേ. അതുകൊണ്ട് ഇപ്പം തന്നെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. ഞാൻ എല്ലാ വീഡിയോയിലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന കാര്യം എന്താണെന്നറിയോ, ഇഷ്ടംപോലെ കൂട്ടുകാർ, അതായത് കൂടുതലധികം കൂട്ടുകാർ എല്ലാ ദിവസവും നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് വന്ന് കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു 100,000 താങ്ക്സ് നിങ്ങൾക്കുണ്ട്. കാര്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യത്തുള്ളൂ. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഒരു ടോപ്പായുള്ള ഒരു ആനിമി കോണ്ടന്റ് ക്രിയേറ്റർ ആകണമെന്നാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എനിക്ക് സാധിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഗൈസ്, ഇപ്പോൾ തന്നെ നമ്മൾ യൂട്യൂബിൻ്റെ അത് ഓൾമോസ്റ്റ് ഒരു 30K ആകാറായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അത് ഓൾമോസ്റ്റ് ഒരു 60K ആകാറായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ലൊരു സപ്പോർട്ട് തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്തായാലും ചാപ്റ്ററിലേക്ക് കടക്കുവാണ്. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ സങ് ജിൻഹുവിന് മനസ്സിലാകുന്നുണ്ട് ജപ്പാനിൽ നടന്ന ആ ഒരു റെയ്ഡ് പക്ക ഫെയിലിയർ ആണെന്ന്. പിന്നെ നമ്മുടെ ജിൻഹോവിൻ്റെ അച്ഛനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരായിട്ട് അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. പതുക്കെ പുള്ളിന്ന് എഴുന്നേക്കുന്നുണ്ട്. ഞാൻ വീണ്ടും ഉറങ്ങിപ്പോയല്ലേ? അതെ സാർ, താങ്കൾ ഓൾമോസ്റ്റ് 23 മണിക്കൂർ 46 മിനിറ്റ് ഉറങ്ങാൻ തുടങ്ങിയിട്ട്. താങ്കൾ എന്നോട് പറഞ്ഞത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും താങ്കൾ എഴുന്നേറ്റില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിരുന്നു. സോ ഞാൻ കാർ റെഡിയാക്കി വെച്ചിരിക്കുമായിരുന്നു. സാർ, 2 കാര്യങ്ങൾ എനിക്ക് താങ്കളോട് പറയാനുണ്ട്. ആദ്യത്തേത് ഒരു പേഷ്യന്റിനെ പറ്റിയാണ്. എറ്റേണൽ സ്ലംബറിൽ നിന്ന് എഴുന്നേറ്റ ആകെപ്പാടെ ഒരേ ഒരാൾ മാത്രമേ ഈ ലോകത്തുള്ളൂ. അത് സങ് ജിൻവുവിന്റെ അമ്മയാണ്. ജിൻവുവിന്റെ അമ്മയോ? അതിനർത്ഥം അവൻ്റെ കയ്യിൽ ഇതിനുള്ള ക്യൂർ ഉണ്ടെന്നാണോ? അപ്പോൾ അടുത്ത ന്യൂസ് എന്തുവാ? അത് താങ്കൾക്ക് ഒരു വിസിറ്റർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോർ തുറക്കുവാണ്. പെട്ടെന്ന് ഒരു പെൺകൊച്ചി അതിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ യോറി ഓർലഫിനാണ്. പുള്ളിക്കാരായിട്ട് താഴത്തേക്ക് വീണിരിക്കുകയാണ്. ആ വീഴുന്നത് മറ്റു സ്ഥലത്തോട്ടൊന്നുമില്ല, ആ ഒരു ജയന്റിന്റെ വായിലേക്കായിരുന്നു. ആ ഒരു ജയന്റ് അങ്ങനെ നമ്മുടെ യൂറി ഓർലഫിനെ പൂർണ്ണമായും കഴിച്ചു. ഇതേ സമയത്ത് ആ ജയന്റ്സിനെ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതായത് ടാങ്കോ ഹെലികോപ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് വലിയ ഉപകാരങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ തന്നെ ഇത് കണ്ടിരുന്ന ഒരു ഹണ്ടർ പറയുന്നുണ്ട്, ഇതൊന്നും ഇവരുടെ മേത്ത് ഏൽക്കാൻ പോകുന്നില്ല. അവസാനം നമുക്ക് തന്നെ കളത്തിലിറങ്ങാൻ സമയമെന്നും പറഞ്ഞുകൊണ്ട് അടുത്ത സെക്കൻഡ് തന്നെ 2 ഹണ്ടേഴ്സ് ആ ഒരു ജയന്റിന് നേരെ ചെന്നിട്ടുണ്ട്. ഇവൻ ഇത്ര മാസീവ് ആയതുകൊണ്ട് തന്നെ ഇവന് നല്ല സ്പീഡൊന്നും കാണത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ഇവനെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് പുള്ളിക്കാരി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നിടത്താണ് പെട്ടെന്ന് ആ ജയന്റ് തിരിച്ച് ഒരു അറ്റാക്ക് ചെയ്യുന്നത്. അത് 2 ഹണ്ടേഴ്സ് ഒരേപോലെ തന്നെ ഡോഡ് ചെയ്ത് മാറുന്നുണ്ട്. കോപ്പ് ഇവൻ ഇത്രയ്ക്ക് വലുതാണ്, എന്നിട്ട് ഇവൻ എങ്ങനെയാണ് ഇത്ര ഫാസ്റ്റ് ആയി മാറിയത്? ഇതേ സമയം ഒരു ഹെലികോപ്റ്റർ ഇതിന്റെ മേലുണ്ടായിരുന്നു. അവരായിട്ട് ഈ ന്യൂസ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഉള്ളത് ടോക്കിയോയുടെ നടുവിലാണ്. ഇവിടെ നിന്ന് തന്നെ എനിക്കൊരു കാര്യം കാണാൻ സാധിക്കും. അതായത് ഈ സിറ്റി നശിക്കുന്നത്. ഭൂമിയിൽ ഒരു നരകമുണ്ടെങ്കിൽ അത് ഇത് തന്നെയായിരിക്കും എന്നാണ് ഇപ്പോൾ എന്റെ മനസ്സ് പറയുന്നത്. ഈ ന്യൂസൊക്കെ നമ്മൾ ചിന്നു വരുന്നത് കാണുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ പോയാൽ ഏഷ്യ മുഴുവൻ റിസ്കിലാവും. ഇത് ജെജൂസലം പോലെ തന്നെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ അവിടേക്ക് പോകരുത്. ജിൻവു, പോകരുത്. നീ എന്തുവാണ് ഈ പറയുന്നത്? എനിക്കറിയാം നീ അവിടേക്ക് പോകാൻ പോകുവാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പോകരുത്. അപ്പം തന്നെ ജിനു പതുക്കെ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ എന്തായാലും പോകുന്നൊന്നുമില്ല. അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് ഞാൻ നന്നായിട്ട് തന്നെ ഓവർ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ബ്രേക്കൊക്കെ വേണ്ടേ? നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ പോകത്തില്ല. അങ്ങനെ ജിനു പുറത്തേക്ക് നടന്ന് ഒരു പാർക്കിൽ പോയിരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ബെറുവിനെ വിളിക്കുന്നുണ്ട്. യെസ് യുവർ മാജസ്റ്റി, അല്ല മൈ കിങ്. നീ എന്താടാ ജിനനെ നോക്കാൻ പറഞ്ഞിട്ട് ഇന്ന് പീരിയോഡിക്കൽ ഡ്രാമസ് കാണുവാണോ? അതങ്ങനെയല്ല. അതെന്തെങ്കിലും ആവട്ടെ, അവളിപ്പോൾ എന്ത് ചെയ്യുന്നു? അവൾ ഓക്കെ ആണോ? സത്യം പറയുവാണെങ്കിൽ അവൾ ഉറങ്ങാറ് മാത്രമേ ഉള്ളൂ മൈക്കിങ്. അവൾ വേറൊന്നും തന്നെ ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നു അവൾ ഇപ്പോഴും അതിൻ്റെ ഒരു ട്രാജഡിയിൽ തന്നെയായിരിക്കും. അവൾ ഇതുവരെ അതിൻ്റെ അകത്ത് കര കയറിയിട്ടില്ല. ഞാൻ ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ജിനു പതുക്കെ അവിടേക്ക് നടക്കാൻ നേരത്ത് ഒരു കാർ അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വേറൊരു ബിൽഡിംഗ് ആണ്. ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് നമ്മുടെ ജിനു ഇരിപ്പുണ്ട്. ചെയർമാൻ യു, താങ്കൾക്ക് എൻ്റെ എന്ത് സഹായമാണ് വേണ്ടത്? മിസ്റ്റർ സങ്, താങ്കൾക്ക് എന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനാണ് ന്യൂ മെങ്ഖാൻ, ചെയർമാൻ ഓഫ് യൂജിൻ കൺസ്ട്രക്ഷൻ. എന്നിട്ട് പുള്ളിക്കാരൻ ഒരു ബ്ലാങ്ക് ചെക്ക് നമ്മുടെ ജിനുവിൻ്റെ നേരെ വെച്ച് നീട്ടുന്നുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, ഞാൻ അത്രയ്ക്ക് റിച്ച് ഒന്നുമല്ല ഒരു എസ് ടാങ്ക് ഹണ്ടറിനെ ഡീൽ ചെയ്യാനായിട്ട്. പക്ഷേ ഇതെൻ്റെ ഒരു ജസ്റ്ററായിട്ട് മാത്രം കണ്ടാൽ മതി, എൻ്റെ ഒരു സിൻസിയറിറ്റിയുടെ ജസ്റ്റർ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവൻ എന്തായാലും എന്നെ ആ ഗില്ലിലേക്ക് ക്ഷണിക്കാനല്ല വിളിച്ചത്. അതുമാത്രമല്ല ഈ ഒരു ചെക്കിൻ്റെ അർത്ഥം ഇവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയായിരിക്കും. ചെയർമാൻ, താങ്കൾക്ക് എന്താണ് എൻ്റെ കയ്യിൽ നിന്ന് വേണ്ടത്? സത്യം പറയുവാണെങ്കിൽ നിന്റെ അമ്മക്കുണ്ടായിരുന്ന ആ ഒരു രോഗമില്ലേ, അത് എനിക്കുമുണ്ട്. ജിനുവിന് ഇതിനെപ്പറ്റി അറിയാവോ? ഇല്ല. നിനക്കും എൻ്റെ ഡോക്ടറിനും എൻ്റെ സെക്രട്ടറിക്കും എൻ്റെ വൈഫിനും മാത്രമേ ഇതറിയാവുള്ളൂ. ജിൻവു, ഞാനിതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഒരേ ഒരാൾ മാത്രമാണ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. അത് നിന്റെ അമ്മയാണ്. ജിൻവു, എനിക്കാവശ്യം സത്യമാണ്. ആ സത്യം നിന്റെ ഉള്ളിലുണ്ടെന്നും എനിക്കറിയാം. അതുകൊണ്ട് നീ ഈ കാര്യത്തിൽ എന്നെ സഹായിച്ചു കഴിഞ്ഞാൽ നിന്റെ ഉള്ളിലെ നന്മ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഈ ഒരു സമയത്തായിട്ട് നമ്മുടെ ജിൻവു ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുവാണ്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസം മുഴുവൻ എന്നെ ഫോഴ്സ് ചെയ്യുവാണ് ഓരോരോ ഡിസിഷൻ എടുക്കാൻ വേണ്ടി. പിന്നെ കാണിക്കുന്നത് ആ ഇസ്രാങ് ഗേറ്റ് ആണ്. അവിടെയായിട്ട് കുറച്ചധികം റിപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു. അവർ ഹെലികോപ്റ്ററിൻ്റെ അകത്തിരുന്നാണ് ഇതെല്ലാം പകർത്തുന്നത്. അവർ പറയുന്നുണ്ട്, മനുഷ്യരാശിനെ തന്നെ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളുമാണ് ഇവിടെ സംഭവിക്കുന്നത്.
കാണിക്കുന്നത്. ചെറിയ ചെറിയ മരങ്ങൾ പിഴുതെറിയുന്ന പോലെയാണ് അവിടുത്തെ ബിൽഡിംഗ് ആ ജയൻസ് നശിപ്പിക്കുന്നത്. അതുമാത്രമല്ല അവർ മനുഷ്യരെ കഴിക്കുന്നുമുണ്ട്. പക്ഷേ ഇത്രയും ദൂരെ, അതായത് ഒരു സേഫ് ഡിസ്റ്റൻസിലായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നത്. എന്നാൽ ആ വലിയൊരു ജയന്റിനെ വെച്ച് നോക്കാറുണ്ട് ബാക്കിയുള്ള ജയൻസ് ഒക്കെ വളരെ ചെറുതാണ്. അത് മാത്രമല്ല അവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഡേഞ്ചറും. പക്ഷേ അവൻ അനങ്ങുന്നില്ല. അവൻ ആ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുവാണ്. എന്തോ ഗാർഡ് ചെയ്യുന്ന പോലെയാണ് അവൻ അവിടെ ഇരിക്കുന്നത്. ഇതേ സമയത്ത് ഒരു റിപ്പോർട്ടർ പറയുന്നുണ്ട്, ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്, പക്ഷേ ഞാൻ പറയുന്നത് അവൻ ഇപ്പോഴും ജീവനോടെ ഇല്ലെന്നാണ്. അവൻ ബ്രീത്ത് ചെയ്യുന്നുണ്ട്, അവൻ അനങ്ങുന്നുണ്ട്, പക്ഷേ അവൻ്റെ റോബോട്ടിനെ പോലെയാണ്, അവൻ പ്രോഗ്രാം ചെയ്ത പോലെയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജിൻഹോനാണ്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എന്ത് സാർ ജപ്പാനിലേക്ക് പോകുകയാണെന്നുണ്ടോ? സാർ ന്യൂസ് ഒന്നും കണ്ടില്ലേ? ആ ഒരു ജഡ്ജു ഇസ്ലൻഡ് വെച്ച് അവരുടെ കമ്പയർ പോലും ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ അത്ര വലിയ മാസീവുള്ള മാജിക്കൽ ബീസിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എടാ അതൊക്കെ സത്യമാണ്. പക്ഷേ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനിവിടെ സക്സീഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗിൽഡിൻ്റെ പേര് ഈ ലോകം മുഴുവൻ അറിയും. അത് ശരിയാണ്. അപ്പോൾ ജിൻഹോ മനസ്സിൽ പറയുന്നുണ്ട്, യൂഷ്വലി ജിൻഹോ എന്നെ സപ്പോർട്ട് ചെയ്യാറാണ് പതിവ്, പക്ഷേ ഇവൻ്റെ രീതി കേട്ടിട്ട് എനിക്കത്ര വിശ്വാസം വരുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനും സാറിൻ്റെ കൂടെ വരുന്നുണ്ട്. എന്ത് സാർ ഒന്ന് ആലോചിച്ച് നോക്കിയേ, റെഡ് ഗേറ്റ്, ജഡ്ജു ഇസ്ലൻഡ് ആൻഡ് ഈ റീസെൻ്റായിട്ട് നടന്ന തന്നെ ആ ഡബിൾ ഡഞ്ചൻ ഇൻസിഡൻറ്റ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ അകത്ത് ഒരു കോമൺ ആയിട്ട് ഒരു എലമെൻ്റ് ഉണ്ട്. കോമൺ ആയിട്ടോ? അതെന്തുവാ സാർ? ഒന്നിൽ പോലും ഞാനില്ല. നമ്മുടെ ഗിൽഡിൻ്റെ പേര് ഇങ്ങനെ നടക്കാൻ നേരത്ത് അതിനകത്ത് വൈസ് ഗിൽഡ് മാസ്റ്ററായ എൻ്റെ പേര് ഒരെണ്ണത്തിൽ പോലും ഇല്ല. അതുകൊണ്ട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ എന്തായാലും സാറിൻ്റെ കൂടെ വരും, സാറിനെ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. എടാ ഇച്ചിരി മുമ്പ് നീയല്ലേ പറഞ്ഞത് അത്ര ഡേഞ്ചറസ് ആണ്, അത്ര ഒരു ബീസ്റ്റ് ഒന്നും കണ്ടിട്ടില്ലെന്ന്. അതിനെന്താ, സാറുണ്ടല്ലോ, സാറിനെ നോക്കിയുള്ളൂ എന്ന് എനിക്ക് ഉറപ്പാണ്. ഇത് കേൾക്കാൻ നമ്മുടെ ജിനുവിന് ചിരി വരികയും ചെയ്യും. പക്ഷേ പുള്ളിക്കാരൻ നൈസ് ചെയ്യുന്നതിൽ പറയുന്നുണ്ട്, ഞാൻ നിന്നോടൊരു തമാശ പറഞ്ഞാൽ ഞാൻ എന്തായാലും ജപ്പാനിലേക്ക് പോകുന്നൊന്നുമില്ല, നീ തൽക്കാലം വീട്ടിലേക്ക് ചെല്ല്. ജിനുവിന് സത്യം പറഞ്ഞാൽ പക്ഷേ അത് കേട്ടിട്ട് അത് സന്തോഷമൊന്നും വന്നില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജിനുവിനാണ്. പുള്ളിക്കാരൻ നടക്കാൻ നേരത്തെ പറയുന്നുണ്ട്, ആർക്കിടെക്ചറുള്ള ഫൈറ്റിനകത്ത് എനിക്ക് എൻ്റെ ഷാഡോ സോൾജേഴ്സിനെ യൂസ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ അത് ഇച്ചിരി പാടായിരുന്നു. ഞാൻ ലെവൽ 100 ആയിട്ട് കൂടിയും അത് പാടായിരുന്നു. അതിനർത്ഥം എന്നെക്കാട്ടും പവർഫുൾ ആയിട്ടുള്ള പല ആൾക്കാരും, പല ക്രീച്ചേഴ്സും, പല സാധനങ്ങളും ഈ ലോകത്ത് ഇനിയുമുണ്ട്. ഇതൊരു വലിയ ലോകമാണ്. എന്നെക്കാട്ട് സ്ട്രോങ്ങർ ആയിട്ട് എന്തായാലും ആൾക്കാർ കാണും. എല്ലാം തന്നെ ഞാൻ നോക്കാനായിട്ട് ഞാനൊരു ഹീറോ ഒന്നും അല്ലല്ലോ. അതേ സമയത്ത് നമ്മുടെ ജിനു പുള്ളിക്ക് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അവിടെ ആയിട്ട് അവൻ്റെ അമ്മ അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. അത് മാത്രമല്ല ഡിന്നർ അവിടെ എടുത്ത് വെക്കുന്നുണ്ട്. ഈ ഡിന്നറിൻ്റെ ഫ്രണ്ട് ജിനു ഇരിക്കാൻ നേരത്തും പുള്ളിക്കാരൻ ഏത് ഡിസിഷൻ എടുക്കുമെന്നുള്ള ഡൗട്ടിലാണ് ഇരിക്കുന്നത്. പിന്നെ കാണിക്കുന്ന ചെറിയൊരു ഫ്ലാഷ് ബാക്കാണ്. അതായത് ചെയർമാൻ്റെ ആ ഒരു ഓഫർ ഉണ്ടല്ലോ, അത് അവൻ റിജക്റ്റ് ചെയ്യുവാണ്. സത്യം പറഞ്ഞാൽ ചെയർമാൻ എന്നോട് ക്ഷമിക്കുക, എനിക്ക് താങ്കളെ സഹായിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ അമ്മ എങ്ങനെയാണ് ഫുൾ റിക്കവർ ചെയ്തത്? ചെയർമാൻ ഇതിൻ്റെ ക്യൂർ എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുമാത്രം പ്രോഫിറ്റ് ഉണ്ടാക്കാം. അതുകൊണ്ട് ഞാൻ എന്തിനാണ് എൻ്റെ വാ മൂടി കെട്ടണത്? വല്ല കാര്യമുണ്ടോ? എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അവിടെ ഒന്നും മിണ്ടാതെ പിന്നെ ഇരിക്കുവാണ്. ആ സമയത്ത് തന്നെ ജിനു അവിടെ നിന്ന് പുറത്തിറങ്ങുന്നുമുണ്ട്. കോപ്പ്, ഞാൻ കുറച്ചുകൂടെ ഹോണസ്റ്റ് ആകേണ്ടതായിരുന്നു. ജിനുവിൻ്റെ അച്ഛനല്ലേ, പക്ഷേ എനിക്ക് പുള്ളി എങ്ങനത്തെ ഒരു മനുഷ്യനാണെന്ന് അറിയാൻ മേല. അത് മാത്രമല്ല ഈ എലിക്സർ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതല്ല കിട്ടാനായിട്ട്. അത് വളരെ റെയറാണ്. അതുകൊണ്ട് അത് യൂസ് ചെയ്യുന്ന നേരത്ത് ഞാൻ അത്ര വൈസിൽ തന്നെ യൂസ് ചെയ്യണം. ഞാൻ എന്ത് ചൂസ് ചെയ്യും, ഏത് ഡിസിഷൻ ചൂസ് ചെയ്യും? അവസാനം ജിനു അത് തീരുമാനിച്ചു. എന്നിട്ട് പുള്ളിക്കാരൻ കഴിക്കുന്നിടക്ക് പുള്ളിക്കാരൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ എനിക്ക് പോകണം. ഈ ലോകത്ത് ഇപ്പോഴും എന്നെക്കാട്ട് സ്ട്രോങ് ആയിട്ടുള്ള പല ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും സ്ട്രോങ്ങറായിട്ട് മാറണം. ഞാൻ വീണ്ടും ലെവലപ്പ് ആകണം. അതിനായിട്ട് കൂടുതൽ ബാറ്റിൽ ഫീൽഡിലേക്ക് ഞാൻ പോകണം. നിനക്കൊരു കാര്യം അറിയോ ജിനു, നിൻ്റെ അച്ഛനും നിന്നെ പോലെ തന്നെയായിരുന്നു. ഫുഡ് കഴിച്ചിട്ടിരിക്കാൻ നേരത്താണെങ്കിലും ഒരു എമർജൻസി കോൾ വന്ന പുള്ളിക്കാരൻ അപ്പം തന്നെ എഴുന്നേറ്റ് പോകുമായിരുന്നു. ഞാൻ എന്തായാലും നിന്നെ ഡിന്നർ പാക്ക് ചെയ്യാം. ഇതേ സമയത്ത് നമ്മുടെ ജിനുമായിട്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് പുള്ളിക്കാരുടെ റൂമിൽ ഇങ്ങനെ ഒതുങ്ങി കൂടി കിടക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ ജിനു പുള്ളിക്കാരുടെ റൂമിലേക്ക് കയറി വരുന്നുണ്ട്. ജിന, നീ ഉറങ്ങിയോ? ഞാൻ ഉറങ്ങി. എടി ഒരു സെക്കൻഡ്, ഞാൻ ഉറങ്ങിയെന്നല്ല പറഞ്ഞത്. പണ്ടാര ഞാൻ എവിടെ നിന്നും സംസാരിച്ചു ജിന, ഞാൻ റീസെൻ്റ്ലി മരിക്കുന്നതിൻ്റെ വക്കത്തെത്തിയായിരുന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു പുള്ളിക്കാർ ഇവിടെ നോക്കിയിട്ട് പറയുന്നത്, എടി അങ്ങനെയല്ല കേട്ടോ, ഞാൻ മരിച്ചെന്നല്ല പറഞ്ഞത്. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് ഇച്ചിരി ഡേഞ്ചർ സിറ്റുവേഷനിൽ കൂടെയാണ് ഞാൻ കടന്നു പോയത്. വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. എന്നാലും ഞാൻ ഒരു തവണ തിരിച്ച് ജീവനോടെ വീട്ടിലേക്ക് വരാൻ നേരത്ത് എനിക്ക് ഭയങ്കരധികം സന്തോഷമായിരുന്നു. അതേപോലെ ഇത്തവണ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരും. താങ്ക്സ്. ഇതേ സമയത്ത് അവൾ കിടന്ന് കരയുമായിരുന്നു. അവൾ വീണ്ടും കരയാൻ തുടങ്ങും. ഇത്ര നാൾ നീ ഒരിക്കലും എന്നോട് പിടിച്ചു നിർത്താൻ പറഞ്ഞിട്ടില്ല, എന്നോട് പോകേണ്ടതും പറഞ്ഞിട്ടില്ല, അതിനൊക്കെ ഒരു 100 താങ്ക്സ്. അപ്പം പുള്ളിക്കാരി നന്നായിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അതിന് ഞാൻ പറഞ്ഞാലും നീ എന്നെ അനുസരിക്കത്തില്ലല്ലോ. നീ പേടിക്കണ്ട, ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരും. പിന്നെ ഞാൻ എവിടെയാണെന്നുണ്ടെങ്കിലും നീ സേഫായിട്ടിരിക്കും, അത് എൻ്റെ വാക്ക്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചെയർമാനാണ്. പുള്ളിക്കാരായിട്ട് പ്രസ് മീറ്റൊക്കെ വിളിച്ചു കൂട്ടി ജിൻവുവിനോടേക്ക് വിളിച്ച് അങ്ങനെ ജിൻവു ഒഫീഷ്യലി ജപ്പാനിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി അങ്ങനെ അവൻ ഫ്ലൈറ്റ് കയറുന്നുണ്ട്. അങ്ങനെ ജിൻഹോയും ജിൻവുവും അവസാനം ജപ്പാനിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് അഹ്ജൻ ഗിൽഡിലെ ഗിൽഡ് മാസ്റ്ററായിട്ടുള്ള ജിൻവുവും വൈസ് ഗിൽഡ് മാസ്റ്ററായ ജിൻഹോയും ജപ്പാനിൽ ഒഫീഷ്യലി ലാൻഡായി കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് ആ ഇസ്രാൻ ഗേറ്റിലെ ചെറിയൊരു സീനാണ്. അവിടെ ഒരു സോൾജർ പറയുന്നുണ്ട്,
സാർ നമുക്ക് എല്ലാവരും കൂടെ കയറ്റാൻ പറ്റത്തില്ല, നമ്മുടെ ട്രക്കിൽ ഇനി കൂടി പോയ ഒരു 3-4 പേരെ മാത്രമേ ഇരുത്താൻ സാധിക്കത്തുള്ളൂ. അയ്യോ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, കാര്യം ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ 10ഓളം പേഷ്യൻസ് ആണ് അവിടെ കിടക്കുന്നത്. സാർ മരിക്കാൻ പോകുന്നവരെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, ജയൻസ് ഇവിടേക്ക് വരുന്നുണ്ട്, ഇങ്ങനെ നിങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കും. ഇല്ല, ഞങ്ങൾക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, കാര്യം ഞാനും എൻ്റെ വൈഫും അവരോട് പ്രോമിസ് ചെയ്തതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, എനിക്ക് വരെ ഇട്ടിട്ട് പോകാൻ വലിയ മനസ്സൊന്നുമില്ല, തൽക്കാലം നമുക്ക് സേഫ് ആയിട്ട് സ്ഥലത്തേക്ക് മാറാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ നോക്കാൻ നേരത്ത് ഒരു വലിയൊരു ജയൻറ്റ് ഒരു മനുഷ്യനെ കഴിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ള സോൾജേഴ്സ് അപ്പം തന്നെ അവനെ വെടിവെക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അതിന് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടായില്ല. ഈ ഒരു സോൾജറായിട്ട് അവിടെ ഉണ്ടായിരുന്ന സിവിലിയൻസിനെ രക്ഷിക്കാൻ വേണ്ടി അവരിങ്ങനെ കവർ ചെയ്യുന്ന സെക്കൻഡിൽ തന്നെ എന്തോന്ന് വന്ന് ആ ഒരു ജോയിന്റിന്റെ മേത്ത് കൊണ്ട് അവൻ തിരിച്ച് ബാക്കിലേക്ക് ദൂരത്തേക്ക് പോകുവാണ്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ ആ ഒരു സോൾജർ തിരിഞ്ഞ് നോക്കാനടുത്ത് കാണുന്നത് ഒരു വലിയൊരു ഷാഡോനാണ്. അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ സങ് ജിൻവുവിന്റെ ജിമ എന്ന് പറയുന്ന റീസെന്റ് പുള്ളിക്കാരന് കിട്ടിയ ആ ഒരു ഷാഡോ ആയിരുന്നു. ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് ഒന്നുമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറണം, ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് മാറുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്നാൽ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു അപ്പൂപ്പിൻ്റെ തലയിലേക്ക് ഒരു കല്ല് വന്ന് വീഴാൻ പോകും. പക്ഷേ നമ്മുടെ ജിൻഹോയായിട്ട് സക്സസ്ഫുള്ളി തന്നെ പുള്ളിക്കാരൻ അവിടേക്ക് വന്ന് അതൊക്കെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സാർ ഇവിടെയുള്ളവരെ ഞാൻ നോക്കിക്കോളാം, എല്ലാവരും ഞാൻ സേഫായിട്ട് ഇവാക്യുവേറ്റ് ചെയ്തോളാം, അതുകൊണ്ട് സാറിൻ്റെ പണി തുടങ്ങിക്കോ. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ജിൻവു പുള്ളിക്കാരൻ്റെ ഡാഗറും അങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ജിമ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ജൈനിനെ കുത്തി നേരെ ബാക്കിലേക്ക് എറിയുന്നുണ്ട്. ജിൻവു നമ്മുടെ ജിമയുടെ ശരീരത്തോടെ ഓടിച്ചെന്ന് അവസാനം ആ ഒരു ജൈനിനെ നേരെ ചെന്നിട്ട് ഫേസ് നോക്കി മുറിച്ച് 2 കഷ്ണമാക്കി കളയും. പിന്നെ കാണിക്കുന്നത് മെറിലൈൻഡാണ്. അത് USA ഒരു സ്ഥലമാണിത്. എടാ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് നോക്കിയിട്ട് മിസ്സസ് സെൽനർ അവനെ ഒരു ലെവൽ പോലും അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും മരിക്കത്തില്ലേ? പിന്നല്ലാതെ മിസ്സസ് സെൽനർ നമ്മളെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പാണ്, ഒരു ഓർഡിനറി ഹണ്ടറിന് എന്തുമാത്രം ലിമിറ്റ് ഉണ്ടെന്ന് നമുക്ക് നന്നായിട്ട് തന്നെ അറിയാം. അവൻ റിയാവെക്കേണ്ടതാണെന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ എനിക്കൊരു പ്രതീക്ഷയൊന്നുമില്ല. അവൻ എന്തായാലും അവൻ്റെ എബിലിറ്റിനെ ഓവർ എസ്റ്റിമേറ്റഡ് ചെയ്യുവാണ്. ഇങ്ങനെ പോയാൽ അവൻ ഉറപ്പായിട്ട് മരിക്കും. കാര്യം ജയൻസ് എന്ന് പറയുന്നത് അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ യാച്ചയുടെ ബെറ്റ് വെക്കുവാണ്, അവൻ ഒരു ദിവസത്തിനുള്ളിൽ മരിച്ചിരിക്കും. ഞാൻ എൻ്റെ വീട് വെച്ച് വെക്കുവാണ്, അവൻ 2 ദിവസത്തിനുള്ളിൽ മരിച്ചിരിക്കും. ഇതെല്ലാം കേട്ടുകൊണ്ട് ഒരാൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല, ഞാൻ എൻ്റെ സ്കാവഞ്ചർ ഗിൽഡ് ബിൽഡിംഗ് ആണ് ബെറ്റ് വെക്കാൻ പോകുന്നത്, അവൻ ഉറപ്പായിട്ടും സർവൈവ് ചെയ്തിരിക്കും. ഈ ഒരു ക്യാരക്ടർ ആരാന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരത്തില്ല, പ്രത്യേകിച്ച് ആനിമി കാണുന്നവർക്ക്. കാര്യം സീസൺ 2 എൻഡിങ്ങിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഈ ഒരാളെ സീസൺ 2 അതിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു. പുള്ളിയുടെ പേര് തോമസ് ആൻഡ്രേ എന്നാണ്. ആൻഡ് നമ്പർ 1 ഹണ്ടറാണ് പുള്ളിക്കാരൻ. അതായത് ഈ ലോകത്തിലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് ഹണ്ടറാണ് തോമസ് ആൻഡ്രേ. പിന്നെ ഒരു കാര്യം, നീയൊക്കെ അവനെക്കുറിച്ച് ആലോചിക്കാതെ നിന്റെയൊക്കെ പുറകിലുള്ള ആ എക്സ്ട്രാ ഗേറ്റ് വേണ്ട, അതിനെപ്പറ്റി ആലോചിക്കാൻ നോക്ക്. നാളത്തെ ഡഞ്ചൻ ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം നീയൊക്കെ ആനൊക്കെ ഇവിടെ ജീവനോടെന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും ജപ്പാൻ അത് കുറച്ച് അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്, എനിക്കത് എന്തായാലും ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ കൊള്ളുന്നുണ്ട്. ഇതേ സമയത്ത് പുള്ളിക്കാരൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയ ജപ്പാനിലുള്ളതുപോലെ തന്നെ ഒരു വലിയ ഒരു എക്സ്ട്രാ ഗേറ്റ് ഉണ്ട്. പിന്നെ നേരത്തെ കാണിച്ച ആ ഒരു ന്യൂസ് റിപ്പോർട്ടേഴ്സിലെ അവരായിട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. സങ് ജിൻവുവിൻ്റെ സമണ്ട് ബീസ്റ്റ് ആ ഒരു ജയൻസിനെ തിന്നുവാണ്. ഞാൻ വീണ്ടും പറയുവാണ്, അതിന് ജീവനോടെ തിന്നുവാണ്. എന്താണ് സംഭവിക്കുന്നത്, ഇതെങ്ങനെയാണെന്ന് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഈ ഒരു സമയത്ത് മറ്റൊരു കുഞ്ഞു കൊച്ച് ഒരു ജയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്തോന്ന് അവിടേക്ക് വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആ ജയൻറ്റിൻ്റെ കൈ മുറിഞ്ഞു കിടക്കുന്നതാണ്. അത് മറ്റാരുമല്ലായിരുന്നു, നമ്മുടെ ഇഗ്രിസ് ആയിരുന്നു. ഇഗ്രിസ് ആ കൊച്ചു കുഞ്ഞിൻ്റെ അടുത്തുകൊണ്ട് സേഫ് ആയിട്ട് സ്ഥലത്തേക്ക് മാറുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തോന്നും മുകളിൽ നിന്ന് കൂടെ വരുന്ന കാണിച്ചുകൊണ്ടാണ്. അത് മറ്റാരുമല്ലായിരുന്നു, നമ്മുടെ അയണായിരുന്നു. പുള്ളിക്കാരൻ നേരെ വന്ന് ആ ഒരു വലിയ ജയൻ്റെ തല നോക്കി ഒരു കിഡിലിനെ അറ്റാക്ക് ചെയ്യും. ആ ഒരു അറ്റാക്കിൻ്റെ പവർ കാരണം പുള്ളിക്കാരെ വന്ന് താഴത്ത് വീഴുകയും അവിടെ ഒരു ഷോക്ക് വേവ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ആ ഒരു ഷോക്ക് വേവിൽ നിന്ന് ആ ഒരു കൊച്ചിനെ നമ്മുടെ ഈഗ്രസ് രക്ഷിക്കാൻ നേരത്ത് നമ്മുടെ അയൺ അവിടെ കിടന്ന് കാറുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ നൈസിൽ ഒന്ന് ചിരിച്ച് കാണിക്കുകയും ചെയ്യും. ഇതേ സമയത്ത് ദൂരത്ത് നിന്ന് ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ജിൻവു പറയുന്നുണ്ട്, അയൺ എന്തായാലും ലെവലപ്പ് ആയതിൻ്റെ സന്തോഷമാണെന്നുണ്ട്, എന്തായാലും അവൻ ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ ധാരാളം. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സോൾജർ ജിൻവുവിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് താങ്ക്സ് പറയുന്നുണ്ട്. ജിൻവു തിരിച്ചു പറയുകയും ചെയ്യും, നീ ഒരു ബ്രേവ് സോൾജറാണ്, അതെനിക്കിഷ്ടപ്പെട്ട്, നൈസ് വർക്ക്. ഇത് കേൾക്കാനത് പുള്ളിക്കാരൻ ഞെട്ടിപ്പോയും ചെയ്യും. പെട്ടെന്ന് ജിൻവുവിനിടയ്ക്ക് പറയുന്നുണ്ട്, എടാ നീ ഇവനെ ഒന്ന് സേഫ് ആയ സ്ഥലത്തേക്ക് മാറി, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഇതേ സമയത്ത് ജിൻവു ആ ജയൻ്റെ സൈഡിൽ കിടക്കുകയാണല്ലോ എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, റൈസ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാറ്റ്സുമോട്ടോനാണ്. പുള്ളിക്കാരൻ ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ്. കാര്യം ജപ്പാനിലുള്ള മെയിനായിട്ടുള്ള പല 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 സ്ഥലങ്ങളിലുള്ള ഈ ഒരു ജയൻസ് മരിക്കുന്ന ന്യൂസാണ് അവരെ കേടി വന്നത്. എന്നാലും ഇതെങ്ങനെ? സോ ഗോട്ടോ പറഞ്ഞത് സത്യമായിരുന്നില്ലേ? അല്ല, സത്യം തന്നെയായിരുന്നു. കാര്യം എയർപോർട്ടിൽ വെച്ച് ആദ്യമായി അവനെ അന്ന് ഞാൻ കണ്ടപ്പോഴും എനിക്ക് മറ്റൊരു ഹണ്ടേഴ്സിലും കാണാതെ ഒരു പവർ അവൻ്റെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലായി. ഇറ്റ്സ് പ്ലഷർ ടു മീറ്റ് യു. നമ്മളൊരു എമർജൻസി സിറ്റുവേഷനിലാണ്, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഒസാക്കയിലേക്ക് പോകണം. അവിടെ ആയിരിക്കും നിങ്ങളുടെ ഡിഫൻസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുള്ളത്. ഇവൻ നല്ല പവർഫുള്ളാണ്, നല്ല സ്ട്രോങ്ങറാണ്. പക്ഷേ എല്ലാ ജെൻസിനെ അവന് ഒരുമിച്ച് ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് മാറുന്നതായിരിക്കും നല്ലത്.
ഇല്ല, അതൊരിക്കലും എനിക്ക് എഗ്രി ചെയ്യാൻ സാധിക്കത്തില്ല. ഇതാണ് ജിനുവിൻ്റെ മറുപടി. ഇത് കേൾക്കാൻ നേരത്ത് നമ്മുടെ മാട്സുമോട്ടോയും ബാക്കിയുള്ളവർ എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്. പക്ഷേ മാട്സുമോട്ടോയ്ക്ക് ഇപ്പോഴാണ് ആ ഒരു കാര്യത്തിൻ്റെ ഒരു ഇത് മനസ്സിലായത്. അതായത് അവൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ എല്ലാ ജയൻസിനെ ഒരുമിച്ച് ഒറ്റയ്ക്ക് അവൻ തന്നെ കൊല്ലുന്നതായിരുന്നു. പിന്നെ ഒരു ഷാഡോയിലും കാണിക്കുന്നുണ്ട്. ജിനു ഇങ്ങനെ കിടന്ന് ആലോചിക്കുന്നതും കാണിക്കുന്നുണ്ട്. എനിക്ക് ഇനിയൊന്നും മേല. ഒരു കാര്യം ചെയ്യ്, നീ 1, നീ 2, നീ 3, നീ 4, നീ 5. അപ്പോൾ തന്നെ ബെറു പറയുന്നുണ്ട്, മൈക്കിങ് ഞാൻ ഒരാളെയും കൂടെ കൊന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ 6. ഈ പറയുന്ന മറ്റാരെയും കുറിച്ചല്ല, ആ ജയൻസിൻ്റെ ഷാഡോസിനെ കുറിച്ചാണ്. പുള്ളിക്കാരനാട്ടെ ഈ കൊന്ന ജയൻസിൻ്റെ ഒക്കെ ബോഡി ഷാഡോ എക്സ്ചേഞ്ച് യൂസ് ചെയ്ത് അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ജിൻഹോ നീ എന്തായാലും കിടന്നോ, ഞാനിപ്പോൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട് ജിനു അവിടേക്ക് പോകുവാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇത്രയും നേരം എന്തായാലും ഈസി ആയിരുന്നു, പക്ഷേ ഇനിയാണ് എല്ലാം തുടങ്ങാൻ പോകുന്നത്. ഈ ഒരു സമയത്തും ജിനുവിൻ്റെ പല ഷാഡോസും ബാക്കിയുള്ള ജയൻസിൻ്റെ ഒക്കെ നിർത്താതെ കൊല്ലുന്നുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്നാന്ന് വെച്ചാൽ ഈ ഒരു എസ് റാങ്ക് ഗേറ്റ് കാരണം കുറേയധികം എ റാങ്ക് ഗേറ്റ് ഈ ജപ്പാനിലെ പല ഭാഗങ്ങളിലും ഉണ്ട്. അവിടുന്ന് വരുന്ന ലോ ലെവൽ ബീസ്റ്റ് കാരണം കുറേയധികം ഹണ്ടേഴ്സിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. സോ ഇതെല്ലാം ജിനു തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അങ്ങനെ 7 ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഇന്ന് 7ാമത്തെ ദിവസമാണ് ഡഞ്ചൻ ബ്രേക്ക് ഉണ്ടായി കഴിഞ്ഞിട്ട് ജിനു പതുക്കെ ഇങ്ങനെ നടക്കുവാണ്. എന്നിട്ട് പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, സോ ഇതെല്ലാം കഴിഞ്ഞല്ലേ? പെട്ടെന്നായിരുന്നു അവരുടെ അടുത്തേക്ക് ഒരാൾ വരുന്നത്. അത് മറ്റാരും അല്ലായിരുന്നു, നമ്മുടെ ഹനിക്കാവയായിരുന്നു. നമ്മുടെ ജിനു ചോദിക്കുന്നുണ്ട്, സോ ടോക്കിയോയിൽ വേറെ ഹണ്ടേഴ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല സാർ, ഞാനൊഴിച്ച് വേറെ ഒരു ഹണ്ടേഴ്സ് പോലും ഇവിടെ ഇല്ല. നമുക്ക് സത്യം പറഞ്ഞാൽ ടോക്കിയോയിലുണ്ടായ ആ ഒരു ഡാമേജിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ ഇവിടെയുള്ള പല ജയൻസും പല സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ അതായത് ഈ രാജ്യത്ത് 16 എസ് റാങ്ക് ഹണ്ടേഴ്സ് ഉണ്ട് സാറിനും കൂടെ കൂട്ടി. അതായത് ജപ്പാനിൽ നിന്ന് 6 പേരെയും ചൈനയിൽ നിന്ന് 2 പേരെയും 3 പേരെ കാനഡയിൽ നിന്നും ഇന്ത്യയിൽ നിന്ന് 2 പേരെയും പിന്നെ US-ൽ നിന്നും അതേപോലെ റഷ്യയിലും UK-യിൽ നിന്നും ഒരാൾ വെച്ചാണ് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവരെല്ലാവരും 6 ഗ്രൂപ്പായിട്ട് തിരിച്ചാണ് പല സ്ഥലത്തേക്ക് വിട്ടിട്ടുള്ളത്. പക്ഷേ 3 എസ് റാങ്ക് ഹണ്ടേഴ്സിന് ഇപ്പോൾ തന്നെ വളരെ കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജിനു ആലോചിക്കുന്നുണ്ട്, എസ് റാങ്കിന് തന്നെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഹണ്ടേഴ്സിൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. സാർ മൊത്തം 31 ജയൻസ് അപ്പിയർ ആയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരാൾ ഇപ്പോൾ ചൈനയിലേക്കുള്ള ഓഷ്യൻ കടന്നുകൊണ്ടിരിക്കുകയാണ്. സാർ ജപ്പാനിലുള്ള എല്ലാ ജയൻസിനെയും നമുക്ക് പിടിക്കാനുള്ള മാൻ പവർ ഒന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷേ സാറിൻ്റെ സഹായത്തോടു കൂടി ഓൾമോസ്റ്റ് എല്ലാവരും നമ്മളിപ്പോൾ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ബാക്കിയുള്ള ജയൻസിനെ ബാക്കിയുള്ളവർ നോക്കിക്കോളും. സോ അപ്പം ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. അതിനർത്ഥം ഇനി അവൻ മാത്രമേ ബാക്കിയുള്ളതെന്നാണല്ലേ? എന്നാൽ എന്താണെന്നറിയില്ല, ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ട് തോന്നുള്ളൂ. ഈ സിറ്റിക്ക് തീ പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഡീമൻ കാസൽ പോലെ തന്നെയാണിത്. സത്യം പറഞ്ഞാൽ സിസ്റ്റം എനിക്ക് തരുന്ന ഒരു വാർണിംഗ് ആയിരുന്നു ഇത്. അതായത് നടക്കാൻ പോകുന്ന പല കാര്യങ്ങളെയും കുറിച്ച് പറഞ്ഞു തരുവാണോ, ഫ്യൂച്ചറിനെ പറ്റി പറഞ്ഞു തരുവാണോ, എന്ത് കുന്തമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എന്തായാലും പവർഫുള്ളാണ്. ഈ ഒരു സ്ട്രെങ്ത് കൊണ്ട് ഞാൻ ഉറപ്പായിട്ടും ഫ്യൂച്ചർ റീറൈറ്റ് ചെയ്തിരിക്കും. ഞാൻ എന്തായാലും തുടങ്ങാൻ പോകുകയാണ്. സാർ അതെങ്ങനെ സാധ്യമാകും? ബാക്കിയുള്ള ഹണ്ടേഴ്സ് ഒന്നും ഇവിടെ എത്തിയിട്ടില്ല. നീ പഠിക്കേണ്ട, അവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതേ സമയത്ത് മറ്റൊരു സ്ഥലത്ത് ബാക്കിയുള്ള ഹണ്ടേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു ജയനെ കഷ്ടപ്പെട്ടായിരുന്നു ഡിഫീറ്റ് ചെയ്യുന്നത്. അവൾ പറയുന്നുണ്ട്, കോപ്പ് ഇങ്ങനെയാണ് പോക്കെങ്കിൽ നമ്മളെന്തോ ക്ലീനപ്പ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ജയൻസിനെ, ആവശ്യമില്ലാത്ത ജയൻസിനെ മാത്രമാണ് നമ്മൾ ഡിഫീറ്റ് ചെയ്യുന്നത്. പതുക്കെ പല ഷാഡോ സോൾജേഴ്സും ജിനുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവിടെ ആദ്യം വരുന്നത് നമ്മുടെ ടസ്കും അതേപോലെ ഈഗ്രസും അയണുമായിരുന്നു. അങ്ങനെ വീണ്ടും കുറേ അധികം ഷാഡോ സോൾജേഴ്സ് അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവസാനം അവരുടെ കൂടെ ജിമയും ടാങ്കും വരും. പിന്നെ മുകളിൽ നിന്ന് ഒരു സാധനം പറന്നു വരുന്നുണ്ടായിരുന്നു. അത് മറ്റാരും ഇല്ലായിരുന്നു, ബെറുവായിരുന്നു. ജിനു പറയുന്നുണ്ട്, സോ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടല്ലേ? എന്തായാലും എല്ലാവരും ഗുഡ് വർക്ക്. അപ്പം തന്നെ ജിനുവിൻ്റെ അടുക്കെ നമ്മുടെ ബെറു പറയുന്നുണ്ട്, താങ്ക് യു മൈ ജിനു, ഹനേക്കാവായിട്ട് നീ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകുമോ? അങ്ങനെ അവരവിടെ നിന്ന് പോകുവാണ്. ഈ ഒരു സമയത്ത് ജിനു പുള്ളിക്കാൻ്റെ ജയൻ്റ് ആയിട്ടുള്ള സോൾജേഴ്സിലെ അവരെയും സമൺ ചെയ്യും. അങ്ങനെ അവരും എല്ലാവരും അവിടേക്ക് വന്നിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഒന്ന് കാണുന്നിടത്ത് തന്നെ പേടി പറ്റുന്ന രീതിയിലാണ് സങ് ജിനുവിൻ്റെ ഷാഡോ സോൾജേഴ്സ് ഇവിടെ നിൽപ്പുള്ളത്. അങ്ങനെ ജിനു അവസാനം പറയുന്നുണ്ട്, എല്ലാവരും പരിപാടി തുറക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ചാർജ് എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കാൻ വേണ്ടി ബാക്കിയുള്ളവരെല്ലാം കാത്തിരിക്കുമായിരുന്നു. ഇത് കേട്ടെന്നു എല്ലാവരും ആ ഒരു ജയന്റിന്റെ നേരെ ഓടുവാണ്. ഒരു വലിയൊരു ആർമിയായിരുന്നു ആ ഒരു ജയന്റിന്റെ നേരെ ഓടിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് പുള്ളിക്കാരൻ കണ്ണുകൾ തുറക്കുന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഭാഗത്തേക്ക് പുള്ളിക്കാരൻ ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ജിനുവിൻ്റെ ഒരു സൈഡിലുള്ള ആർമിനെ ഫുള്ള് ഒരൊറ്റ അറ്റാക്കിലാണ് പുള്ളിക്കാരൻ ഡിഫീറ്റ് ചെയ്തത്. ഇവനെ ഒട്ടും നിസ്സാരമായിട്ട് കണ്ട ഒരാളല്ല. കാര്യം അവൻ്റെ ഒറ്റ സ്വിങ്ങിൽ തന്നെ 100 കണക്കിന് സോൾജേഴ്സിനെയാണ് അവൻ ഡിഫീറ്റ് ചെയ്തത്. അതുമാത്രമല്ല അവൻ എമിറ്റ് ചെയ്യുന്ന ആ ഒരു ഓറ ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഫീലിംഗ് തന്നെയാണ്. പെട്ടെന്ന് ടസ്ക് ഒരു സൈഡിൽ നിന്ന് പുള്ളിക്കാരൻ ഫയർ അറ്റാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ഫേസിലേക്ക് വന്ന ആ ഒരു അറ്റാക്ക് അപ്പം തന്നെ ആ ജയന്റ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് പുറകിൽ കൂടെ മറ്റൊരു ജയന്റ് ഇവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പെട്ടെന്ന് രണ്ടുപേരും, അതായത് ടാസ്കിൻ്റെ ആ ഒരു അറ്റാക്കിനെ ആ ഒരു വലിയ ഒരു ജയന്റ് ആയിട്ടുള്ള സോൾജേഴ്സിനെ പുള്ളിക്കാരൻ ഇൻസ്റ്റൻ്റ്ലി തന്നെ ഡിഫീറ്റ് ചെയ്യും. ഈ ഒരു സമയത്ത് ചെറിയ ആൻസ് ഉണ്ടല്ലോ ജിനുവിൻ്റെ, അതെല്ലാം ഈ ഒരു കാല്, അതായത് ഈ ഒരു ജയന്റിനെ കാലിൽ കടിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ അത് കുടഞ്ഞ് കളയുന്നുണ്ട്. പക്ഷേ ഇത് കാണുന്നിടത്ത് നമ്മുടെ ബെറുവിന് നന്നായിട്ട് തന്നെ ദേഷ്യം വരും. പക്ഷേ ജിനു സമ്മതിക്കത്തില്ല. ജിനു പറയുന്നുണ്ട്,
പോകാൻ സമയമായിട്ടില്ല. എനിക്കിപ്പോൾ ആവശ്യത്തിനധികം മാന ഉണ്ട്, അതുകൊണ്ട് തന്നെ നിർത്താതെ അവനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അവൻ്റെ ഒരു വീക്ക്നെസ് കണ്ടുപിടിക്കണം. ഈ ഒരു സമയത്താണ് ഈ ഒരു ജയൻറ്റ് നിർത്താതെ അവനങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ ഈ ഒരു ജയൻറ്റിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു വലിയ യുദ്ധം തന്നെയാണ് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവൻ്റെ ശരീരം മുഴുവൻ ഒരു മാന കൊണ്ടുള്ള ഷീൽഡ് പോലെ തന്നെയാണ്, പക്ഷേ ഒരു ഭാഗം മാത്രമാണ് അവൻ ഡിഫെൻഡ് ചെയ്യുന്നത്. അത് ഒരു കോയിൻസിഡൻസ് ആയിരിക്കുമോ? അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അവസാനം കൈസലിനെ നമ്മുടെ ജിനു സമൺ ചെയ്തിട്ട് അവർ 4 പേരും കൂടെ, അതായത് ബെറുവും ഇഗ്രസും കൈസലും നമ്മുടെ ജിൻമും കൂടെ അവിടേക്ക് പോകുന്നുണ്ട്. ബെറു നേരെ ചെന്ന് അറ്റാക്ക് ചെയ്യാൻ പോയത് പുള്ളിക്കാരൻ്റെ കണ്ണിലേക്കായിരുന്നു. പുള്ളിക്കാരൻ അത് ഡോഡ്ജ് ചെയ്ത് മാറുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ഇഗ്രസും പുള്ളിക്കാരനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതും പുള്ളിക്കാരൻ സക്സസ്ഫുള്ളി തന്നെ ഡോഡ്ജ് ചെയ്ത് മാറുന്നുണ്ട്. ജിനുവിന് എന്തൊക്കെ മനസ്സിലായിട്ടുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ആ ഒരു ജയന്റ് കൈസലിനെ ജിനുവിനെ ഇഗ്രസിനെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്ത് താഴത്തേക്ക് ഇടുന്നുണ്ട്. പക്ഷേ ഇഗ്രസ് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ആ ഒരു ജയന്റിന്റെ കയ്യിൽ കൂടെ ഓടി വന്ന് ഈ ഒരു ജയന്റിനെ മുഖത്ത് നോക്കി ഒരു അറ്റാക്ക് ചെയ്യും. അത് പുള്ളിക്കാരൻ സക്സസ്ഫുൾ തന്നെ ബ്ലോക്കും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന്റെ ഇടയിലൂടെ ജിനു പെട്ടെന്ന് അവിടേക്ക് വന്ന് അവന്റെ റൈറ്റ് സൈഡിലെ ഫേസിലേക്ക് ഒരു വലിയൊരു അറ്റാക്ക് തന്നെ ചെയ്യും. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് തോന്നിയടാ ഇത് തന്നെയായിരിക്കും. ഈ ഒരു സമയത്ത് ബെറു മറ്റൊരു സൈഡിൽ കൂടെ വന്ന് അവന്റെ ഫേസിലേക്ക് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് തന്റെ റൂളേഴ്സ് അതോറിറ്റി യൂസ് ചെയ്ത് നിർത്താതെ ആ ഒരു ഫേസിൽ മാത്രമാണ് ജിനു അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ഹനീക്ക് അവർ ദൂരത്ത് നിൽപ്പുണ്ടായിരുന്നു. പുള്ളിക്കാർ പറയുന്നുണ്ട്, ഇതെന്തായാലും ഒരു ഹണ്ടറും മോൺസ്റ്ററും തമ്മിലുള്ള ഫൈറ്റായി മാറിയിട്ടില്ല, ഇത് പ്യൂർലി 2 മോൺസ്റ്റേഴ്സ് തമ്മിലുള്ള ഫൈറ്റാണ്. ഈ ഒരു സമയത്ത് എല്ലാം ആ ഒരു ജയന്റിലെ ഫേസിനാണ് ഇവരെല്ലാവരും നിർത്താതെ അറ്റാക്കും ചെയ്യുന്നത്. ജിൻഫോ പുള്ളിക്കാരൻ്റെ മൾട്ടിലേഷൻ യൂസ് ചെയ്ത് ആ ഒരു ജയന്റിന്റെ ഒരു കണ്ണ് പൂർണ്ണമായിട്ട് നശിപ്പിച്ചറിയും. എന്നിട്ട് ബെറുവിനെ വിളിക്കുന്നുണ്ട്. ബെറുവാട്ടെ യുവർ വിഷ് ഇസ് മൈ കമാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ആ ഒരു കണ്ണിലേക്ക് അകത്തേക്ക് കയറി ചെല്ലും. ജിനു പുറത്തുനിന്ന് നിർത്താതെ ബെറു അകത്തുനിന്ന്, അതായത് ആ ഒരു ജയന്റിന്റെ ശരീരത്തിന്റെ അകത്തുനിന്ന് നിർത്താതെ അറ്റാക്ക് ചെയ്ത് അവസാനം ആ ഒരു ജയന്റ് കുറേ ദിനം ചോര ഛർദ്ദിക്കുന്നുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ മുട്ടുകുത്തി സക്സസ്ഫുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ജിനുവും ബെറുവും ബാക്കിയുള്ള സോൾജേഴ്സ് എല്ലാവരും കൂടെ ആ ഒരു വലിയൊരു ജയന്റിനെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണ് ചാപ്റ്റർ 136 ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്ത് പറയാൻ മറക്കണ്ട.